ഹലോ നമസ്കാരം. എൻ്റെ പേര് അഭിനവ്. നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്ന ഒമ്പതാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ചലന നിയമങ്ങൾ അല്ലെങ്കിൽ ലോസ് ഓഫ് മോഷനിലുള്ള ലെറ്റ്സ് അസസ് അല്ലെങ്കിൽ വിലയിരുത്താം. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും മലയാളം മീഡിയത്തിൻ്റെയും ഒന്നിച്ചാണ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും മലയാളം മീഡിയത്തിൻ്റെയും രണ്ട് ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആൻസർ പറയുന്നതും രണ്ടും ഒന്നിച്ച് തന്നെയായിരിക്കും. ഇംഗ്ലീഷ് ക്വസ്റ്റ്യനോടെയുണ്ട്, മലയാളം ക്വസ്റ്റ്യനോടെയുണ്ട്. ഗ്രാഫൊക്കെ സെയിം ആണ്. പിന്നെ എന്തെങ്കിലും മുന്നേയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ പറയുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ മാറ്റം വരുത്താം. മലയാളം മീഡിയത്തിലെ ആളുകൾക്ക് പ്രയാസം വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിലെ ആളുകൾക്ക് പ്രയാസം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയാം. നമുക്ക് നേരത്തെ ഒക്കെ ചെയ്ത പോലെ നേരത്തെ ഇത്രയും മുന്നേയുള്ള വീഡിയോ ഒക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയത്തിന് ഒരു വീഡിയോ, അതിൽ തന്നെ മലയാളം മീഡിയത്തിന് വേറൊരു വീഡിയോ എന്നുള്ള രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യം മനസ്സിലാവുമെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് സമയം ഇല്ലാത്തതുകൊണ്ട് ഇംഗ്ലീഷും മലയാളം കൂടി ഒന്നിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യനിൽ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. അത് കുഴപ്പമില്ല, മനസ്സിലാവും. ഓക്കെ. അപ്പോൾ പ്രയാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. നിങ്ങളെ കമൻറ്റ് കാണുന്നുണ്ട്. കമൻറ്റ് മിക്കവാറൊക്കെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഇടുന്നതുകൊണ്ടാണ് പിന്നെയും വേറെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് കിട്ടുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ, ഈ ക്വസ്റ്റ്യനാണ് നമ്മൾ ലാസ്റ്റ് ചെയ്തത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കെമിസ്ട്രീൻ്റെ മൂന്നാമത്തെ ചാപ്റ്റർ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ നമ്മൾ കെമിസ്ട്രീൻ്റെ മൂന്നാമത്തെ ചാപ്റ്റർ അത് സെറ്റ് ചെയ്യുന്നതായിരിക്കും. അതിൽ ലെറ്റ്സസ് ആണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ഒന്നും കൂടി നോക്കട്ടെ. ഏതാണെങ്കിലും അത് ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ സെറ്റ് ചെയ്യും. സമയം കളയേണ്ട. 12ാമത്തെ ചോദ്യം നോക്കാം. 12ാമത്തെ ചോദ്യം വരുന്നത് 20 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൽ, രണ്ടും വായിക്കും, രണ്ടും ചെയ്യും. 20 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൽ ബലം 2 സെക്കൻഡ് സമയത്തേക്ക് പ്രയോഗിച്ചപ്പോൾ അതിൻ്റെ പ്രവേഗം 10 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 50 മീറ്റർ പെർ സെക്കൻഡായി മാറി. ഇതേ ബലം 10 കിലോഗ്രാം മാസുള്ള 20 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ ചലിക്കുന്ന വസ്തുവിൻ്റെ ചലന ദിശയിൽ 2 സെക്കൻഡ് സമയത്തേക്ക് തന്നെ പ്രയോഗിച്ചാൽ അതിൻ്റെ അന്ത്യപ്രവേഗം കണക്കാക്കുക. അന്ത്യപ്രവേഗമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചു തരാം. എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ എ ബോഡി ഓഫ് മാസ് 20 കിലോഗ്രാം ഫോർ 2 seconds and its velocity changes from 10 meter per second to 50 meter per second. The same force is applied on another body of mass 10 kilogram moving with the velocity of 20 meter per second for 2 seconds in the direction of its motion. Calculate the final velocity. ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗം എന്ന് പറഞ്ഞാൽ അത് വി ആണ് എന്ന് അറിയാത്ത ആരുമില്ല എന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ ഇപ്പോൾ പഠിച്ചു വെച്ചോ. അന്ത്യപ്രവേഗം അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക സ്മോൾ ലെറ്റർ വി വെച്ചിട്ടാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ കളയണം. നമ്മൾ ഉത്തരത്തിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം തന്ന കാര്യങ്ങൾ എടുത്ത് എഴുതുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. അതിന് മുന്നേ ഒരു ബ്ലാങ്ക് സ്പേസ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കെ, സെറ്റ്. അപ്പോൾ തന്ന കാര്യങ്ങൾ ആദ്യം തന്നെ എടുത്തെഴുതണം. നോക്കൂ, ഈ ആദ്യത്തെ ഒന്നാമത്തെ വസ്തുവിൻ്റെ മാസ് വരുന്നത് എം ആണ്. എം വരുന്നത് 20 കിലോഗ്രാം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 20 കിലോഗ്രാം. ആദ്യത്തെ വസ്തുവിൻ്റെ ആദ്യ പ്രവേഗം, സാധാരണ നമ്മൾ ആദ്യ പ്രവേഗത്തിന് അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റീനെ നമ്മൾ യു എന്നാണ് റെപ്രസെൻ്റ് ചെയ്തത്. ഇവിടെ രണ്ട് വസ്തുവിൻ്റെ കാര്യം പറയുന്നതുകൊണ്ട് ഒന്നാമത്തെ വസ്തുവിൻ്റെ ആദ്യ പ്രവേഗം അല്ലെങ്കിൽ ഒന്നാമത്തെ ബോഡീൻ്റെ ഇനീഷ്യൽ വെലോസിറ്റീനെ U1 എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ വസ്തുവിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റീനെ U2 എന്ന് വിളിക്കാം. രണ്ട് ബോഡി വരുന്നതുകൊണ്ടാണ്, രണ്ട് വസ്തുക്കൾ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എഴുതുന്നു U1 ഒന്നാമത്തെ വസ്തുവിൻ്റെ ആദ്യ പ്രവേഗം അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ഫസ്റ്റ് ബോഡി അല്ലെങ്കിൽ ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് അവർ പറയുന്നുണ്ട് അത് 10 മീറ്റർ പെർ സെക്കൻഡാണ്. പിന്നെ ഈ ഫസ്റ്റത്തെ ഒബ്ജക്റ്റിൻ്റെ തന്നെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി വി ആ, അന്ത്യപ്രവേഗം വി ആ. ഒന്നാമത്തെ ബോഡീൻ്റെ ആയതുകൊണ്ട് V1 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. V1 ഈക്വൽ ടു അവർ പറയുന്നുണ്ട് ആദ്യം അതിന് 10 മീറ്റർ പെർ സെക്കൻഡായി ഉണ്ടായിരുന്നത്, പിന്നെ 50 മീറ്റർ പെർ സെക്കൻഡായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി, ഒന്നാമത്തെ ബോഡീൻ്റെ ഫൈനൽ വെലോസിറ്റി അന്ത്യപ്രവേഗം 50 മീറ്റർ പെർ സെക്കൻഡായിട്ട് നമുക്ക് പരിഗണിക്കാം. പിന്നെ ഇവിടുത്തെ സമയം കൂടെ തന്നിട്ടുണ്ട്. സമയം വരുന്നത് നോക്കൂ, സമയം T1 എന്ന് വിളിക്കട്ടെ. T1 സമം 2 സെക്കൻഡ്, 2 സെക്കൻഡ് എന്ന് പറയാം. ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ ഫോഴ്സിൻ്റെ അളവ് ചുമ്മാ ഒന്ന് കണ്ടുപിടിച്ച് നോക്കുന്നു.
ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയുന്ന ഒരൊറ്റ പരിപാടിയേ ഉള്ളൂ, എഫ് ഈക്വൽ ടു എം എ. എം പറയുന്നത് 20, എ ഇവിടെ തന്നിട്ടില്ല, അതാണ് പ്രശ്നം. എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി എന്ന് നമുക്കറിയാം. അപ്പോൾ എക്ക് പകരം നമ്മൾ എഴുതുന്നത് വി മൈനസ് യു ബൈ ടി. മൈനസ് ഉള്ളതുകൊണ്ട് അതിനെ ഒരു ബ്രാക്കറ്റിലാക്കി മൊഞ്ചാക്കി വെച്ചേക്കാം. ഈക്വൽ ടു 20 ഇൻറ്റു വി ഇവിടെ ഉണ്ട്, എടാ വി 50 50 മൈനസ് യു ഇവിടെ ഉണ്ട്, അത് 10 ബൈ ബ്രാക്കറ്റിലിട്ട് വെച്ചേക്കണേ. 50 മൈനസ് 10 ബൈ ടി ആണ്. ടി നോക്കുക, അത് 2 സെക്കൻഡാണ്. മേലെയും താഴെയും പൊതുവായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വെട്ടിക്കളയാം. താഴെ ഒരു 2 കാണുന്നുണ്ട്, 2ൽ ഒരു 2 2, 20ൽ 10 2 മേലെ എഴുതാം അല്ലേ. 10 2 20. അപ്പോൾ മൊത്തം സംഖ്യ മാറിയിട്ട് 10 ഗുണിക്കണം 50 മൈനസ് 10 എന്നായി. 50ൽ നിന്ന് 10 കുറച്ചാൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 40 കിട്ടുക. അപ്പോൾ ആ സാധനം അങ്ങ് മായ്ച്ച് കളയാം, താഴെ എഴുതാം. 10 ഇൻറ്റു 40 എന്ന് വരും. 10നെ 40 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 4ഉം എന്താ എടുത്ത് വരുന്നില്ല, 40ഉം 10ൻ്റെ ആ ഒരു 0 കൂടെ എടുത്തിട്ടാൽ മതി, 400 എന്ന് കിട്ടും. 400 കണ്ടുപിടിച്ചത് ഫോഴ്സ് ബലമായതുകൊണ്ട് 400 ന്യൂട്ടൺ എന്നാണ് നമ്മുടെ ആൻസർ കിട്ടുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കൂ, ഈ എഫ് ഈക്വൽ ടു 400 ന്യൂട്ടൺ എന്ന് പറയുന്ന സംഗതി ഇതേ ഫോഴ്സ് തന്നെയാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റിലേക്കും രണ്ടാമത്തെ വസ്തുവിലേക്കും പ്രയോഗിക്കുന്നത്. അപ്പോൾ ഈ 400 ന്യൂട്ടനാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് തലയിൽ ഒന്ന് എന്താ പറയുക സെറ്റാക്കി അവിടെ വെച്ചോ, ഇത് ഇനിയും ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ പ്രയോഗിച്ച ബലം എന്ന് പറയുന്ന 400 ന്യൂട്ടൺ ആണ് എന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇതേ ബലം തന്നെയാണ് അടുത്ത ഒരു വസ്തുവിലേക്ക്, ഇതേ ബലം അടുത്ത 10 കിലോഗ്രാം ഉള്ള ഒരു ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള വെലോസിറ്റി V2 ആയിട്ട് നമുക്ക് എടുക്കാമല്ലോ. V2 ആയിട്ട് നമുക്ക് എടുക്കാം. V2 ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കുക, ശ്രദ്ധിക്കുക, നമ്മുടെ പഴയ വീൻ്റെ ഇക്വേഷൻ ഒന്നും വേണമെന്നില്ല. ഇവിടെ വേറൊരു ചെറിയ പരിപാടിയുണ്ട്, ഇതൊക്കെ ഒന്ന് മായ്ച്ച് കളഞ്ഞേക്കാം ഒരു സെക്കൻഡ്. യെസ്, നമുക്ക് നമ്മുടെ കയ്യിലിപ്പോൾ എഫ് എത്രയാണ് എന്നുള്ള കാര്യം നമ്മുടെ കയ്യിലുണ്ട്. എന്തായാലും എഫ് ഈക്വൽ ടു എം എ ആണ്. എഫ് ഈക്വൽ ടു എം എ ആണ്. നമ്മൾ പ്രയോഗിച്ച ബലം അല്ലെങ്കിൽ ഇവിടെ പ്രയോഗിച്ച ബലം 400. അപ്പോൾ എഫിന് നേരെ താഴെ 400 എന്ന് എഴുതിയാൽ തെറ്റൊന്നുമില്ല. 400 സമം എം എ. രണ്ടാമത്തെ വസ്തുവിൻ്റെ എം ഇൻറ്റു രണ്ടാമത്തെ വസ്തുവിൻ്റെ എ. രണ്ടാമത്തെ വസ്തുവിൻ്റെ എം എന്ന് പറയുന്നത് അതിനെ വേണേൽ M2 എന്നൊക്കെ വിളിക്കാം. രണ്ടാമത്തെ വസ്തുവിൻ്റെ എം അല്ലെങ്കിൽ മാസ് അവർ പറയുന്നുണ്ട്, നോക്കുക, അത് 10 കിലോഗ്രാം ആണെന്ന് പറയുന്നുണ്ട്. ഇൻറ്റു എ എന്നല്ലേ പറയുന്നത്. എ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇവിടെ A2 ആണ്, രണ്ടാമത്തെ വസ്തുവിൻ്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം. അപ്പോൾ നമുക്കതിനെ വി ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി എന്നുള്ള കാര്യം അറിയാം. ഓക്കെ, രണ്ടാമത്തെ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ എഴുതുന്നത് എ ഈക്വൽ ടു അല്ലെങ്കിൽ A2 ഈക്വൽ ടു V2 മൈനസ് U2 ബൈ ടി എന്ന് പറയാം. നോക്കുക, എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ആണ്. ഇവിടെ രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ രണ്ടാമത്തെ വസ്തുവിൻ്റെ എന്താണ് ആക്സിലറേഷൻ അല്ലെങ്കിൽ എ ആണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ എന്ന് പറയാൻ വേണ്ടി വിൻ്റെ ചോട്ടിലൊരു 2, യുവിൻ്റെ ചോട്ടിലൊരു 2, ടീൻ്റെ ചോട്ടിലൊരു 2 കൊടുത്തേക്കാം. രണ്ടാമത്തതിൻ്റെതാണ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം, അല്ലാണ്ട് വേറൊരു കാര്യം അതിലില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് താഴോട്ടേക്ക് മാറ്റിയെടുത്ത് എഴുതുന്നു. 400 സമം 10 ഗുണിക്കണം V2 എത്രയാണെന്നുള്ളത് ശരിക്ക് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടാ. V2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനൊരു ബ്രാക്കറ്റിലിട്ട് വെക്കണം. ബ്രാക്കറ്റിലിട്ട് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. V2 എത്രയാണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല, V2 കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ V2 മൈനസ് U2 അവരവിടെ തന്നിട്ടുണ്ട്. U2 എന്ന് പറയുന്നത് എടാ അത് 20 അല്ലെങ്കിൽ 20 എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ആദ്യ പ്രവേഗം അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി 20 ആണെന്ന് പറയുന്നുണ്ട്. ഡിവൈഡഡ് ബൈ ടി വീണ്ടും T2 എന്ന് പറയുന്നത് അവിടെയും 2 സെക്കൻഡ് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ 2 സെക്കൻഡ് നീൻ്റെ കൂട്ടത്തിൽ എഴുതിയാൽ 5 എന്ന് എഴുതിയ പോലെ ഉണ്ടാവും. അതുകൊണ്ട് അത് വേണ്ട. ഇനി
ആരെങ്കിലുമൊക്കെ വെട്ടാനുണ്ടെങ്കിലൊക്കെ വെട്ടിക്കളയാം. മേലെയും താഴെയും നോക്കുമ്പോൾ താഴെ ഒരു 2 ഉണ്ട്. 2ൽ ഒരു 2 2, 10ൽ 5 2 10. അപ്പോൾ നമ്മുടെ സംഖ്യ മൊത്തം മാറിയിട്ട് 400 400 സമം 5 × V2 മൈനസ് 20 എന്ന് വരും. ഇപ്പുറത്തേക്കൊന്ന് മാറ്റിയെടുത്ത് എഴുതാം എന്ന് വിചാരിക്കുന്നു. 400 5 × V2 മൈനസ് 20 ബൈ 1 എന്നാണ് ഉണ്ടാവുക. ബൈ 1 ആണെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യാറില്ലല്ലോ. ഇനി എന്ത് ചെയ്യണം? ഈ ഇൻറ്റു 5 കാണുന്നില്ലേ, ഗുണിക്കണം 5നെ ഇടത്ത് സൈഡിലേക്ക് എടുക്കുക. അപ്പോൾ ഇടത്ത് സൈഡിൽ 400 ഉണ്ട്. 400 ഹരിക്കണം 5 എന്ന് വരും. 400 ഹരിക്കണം 5 സമം V2 മൈനസ് 20. മേലെ താഴെയും പൊതുവായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും വെട്ടിക്കളയാം. 400ൽ എത്ര 5 ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. 400ൽ 40ൽ 8 5 40, പിന്നെ ഒരു 0 കൂടെ ഇട്ടേക്കാം, 80 എന്ന് വരും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, 80 തന്നെയാണ് വരിക. 400ന് 5 കൊണ്ടായിരിക്കാൻ അറുപത് ആരുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 80 സമം V2 കുറയ്ക്കണം 20. ഒരു സ്റ്റൈലിൽ വേണമെങ്കിൽ ഒന്ന് തിരിച്ച് പറയാം. V2 മൈനസ് 20 സമം 80. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട V2 രണ്ടാമത്തെ വസ്തുവിൻ്റെ അന്ത്യപ്രവേഗം, രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ ഫൈനൽ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. V2 ആണ് കണ്ടുപിടിക്കേണ്ടത്. V2 വലത് സൈഡിൽ 80 അവിടെ ഉണ്ട്. ഈ മൈനസ് 20നെ വലത്തെ സൈഡിലേക്ക് കൊണ്ടുപോവുക, പ്ലസ് 20 എന്നാവും. അപ്പോൾ 80ഉം 20ഉം കൂടെ കൂട്ടിയാൽ 100 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ആൻസർ വരും. 100 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടുത്തെ വെലോസിറ്റി വരുന്നത്. റെഡിയാണ് എന്ന് വിചാരിക്കുന്നു. വലിയ ഒരു ക്വസ്റ്റ്യനും ഉറപ്പായിട്ടും വലിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിനാണ് ഇത്രയും സമയം എടുത്തത്. സാധാരണ 10 മിനിറ്റ് ഒന്നും നമ്മൾ പൊതുവേ എടുക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് തീരുന്ന കണക്കാണ് മൊത്തത്തിൽ ഉണ്ടാവാറുള്ളത്. പോട്ടെ, ഇനി അടുത്ത 13ാമത്തെ ചോദ്യം ചെയ്യാം. 13ാമത്തെ ചോദ്യം വരുന്നത് ഇതാ ഇങ്ങനെയാണ്. എവിടെ എന്താ വരാത്ത? യെസ്. എ ബുള്ളറ്റ് ഓഫ് മാസ് 20 gram, ശ്രദ്ധിക്കുക, 20 gram hits a wooden block with a velocity of 100 meter per second and comes to rest after pretending 4 centimeter. What is the acceleration of the bullet? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, acceleration of the bullet. What is the retardation of the bullet? acceleration കിട്ടിയാൽ retardation കിട്ടും. Calculate the force exerted by the bullet on the plank. ചോദ്യം മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 20 ഗ്രാം മാസുള്ള ഒരു വെടിയുണ്ട. അത് വെടിയുണ്ട എന്താണ്? 20 ഗ്രാം മാസുള്ള ഒരു വെടിയുണ്ട 100 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ ഒരു മരത്തിൻ്റെ ഒരു കട്ടയിൽ മരത്തടിയിൽ തറയ്ക്കുന്നു. വെടിവെക്കുന്നു. അതിൽ വെടിയുണ്ട തെറിച്ചിട്ട് 20 ഗ്രാം മാസുള്ള ഒരു വെടിയുണ്ടയാണ് 100 മീറ്റർ പെർ സെക്കൻഡ് അത്രയും സ്പീഡിൽ, അത്രയും പ്രവേഗത്തിൽ, അത്രയും വെലോസിറ്റിയിൽ പോയിട്ട് ഒരു മരത്തടിയിൽ, വുഡൻ ബ്ലോക്കിൽ പോയിട്ട് തട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് കുറച്ച് ഉള്ളിലേക്ക് കയറിപ്പോകും. ഇനി മരത്തടിയുടെ ഉള്ളിലേക്ക് കയറിപ്പോയത് 4 സെൻറ്റിമീറ്ററാണ്. മരത്തടിക്ക് ഉള്ളിലേക്ക് 4 സെൻറ്റിമീറ്റർ സഞ്ചരിച്ചപ്പോൾ അത് നിശ്ചലമായി. അപ്പോൾ വെടിവെക്കുന്ന ഒരു കണ്ടീഷൻ ആലോചിച്ച് നോക്കുക. വെടിവെച്ചിട്ട് നേരെ കൊള്ളുന്നത് ഒരു മരത്തിൻ്റെ മേലേക്കാണ്, അല്ലെങ്കിൽ മരക്കട്ടേൻ്റെ മേലേക്കാണെന്ന് വിചാരിക്കുക. മരക്കട്ടയിൽ വെടിയുണ്ട കൊണ്ടിട്ട് ഇത്രയും കൂടി ഒരു 4 സെൻറ്റിമീറ്ററും കൂടെ ഉള്ളിലേക്ക് പോയപ്പോഴാണ് അത് റസ്റ്റിലായി. ബുള്ളറ്റ് നിശ്ചലമാകുന്നത്, റസ്റ്റിലാവുന്നത് 4 സെൻറ്റിമീറ്റർ ഉള്ളിലേക്ക് പോയതിന് ശേഷം. അങ്ങനെയാണെങ്കിൽ വെടിയുണ്ടയുടെ ത്വരണം എത്ര, മന്ദീകരണം എത്ര, വെടിയുണ്ട മരത്തടിയിൽ പ്രയോഗിച്ച ബലം എത്ര? സത്യം പറഞ്ഞാൽ ഇവിടുത്തെ എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും കഴിഞ്ഞ ചാപ്റ്ററിൽ വരുന്നതാണ്. സി ക്വസ്റ്റ്യനാണ് ഇവിടുത്തെ, ഫോഴ്സ് കണ്ടുപിടിക്കുന്നതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പുറമായിട്ടുള്ളൊരു കണക്ഷൻ എപ്പോഴും ഉണ്ടാവും. നോക്കാം. ആദ്യം എന്തായാലും തന്ന കാര്യങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. മാസ് തന്നിട്ടുണ്ട് 20 ഗ്രാം. 20 ഗ്രാമിന് അപ്പം തന്നെ മാറ്റിക്കളയണം. 20 ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റാണ്ട് കണക്ക് ചെയ്യരുത്. 20 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഗ്രാം എന്ന് പറഞ്ഞാൽ 20/1000 കിലോഗ്രാം ആണ്. 20/1000 കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M സമം ഈ 0 വട്ടം 2/100 എന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മാസ് വരുന്നത് 0.002 കിലോഗ്രാമാണ് ഈ വെടിയുണ്ടയുടെ മാസ്. 20 ഗ്രാമിനെ നമ്മൾ കിലോഗ്രാമിലേക്ക് മാറ്റിയതാണ്. വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഈ വെടിയുണ്ട ഇപ്പോൾ യു എന്ന്, വെടിയുണ്ടയുടെ യു അല്ലെങ്കിൽ ആദ്യ പ്രവേഗം, ഇനീഷ്യൽ വെലോസിറ്റി പറയുന്നത് 100 മീറ്റർ പെർ സെക്കൻഡ്. 100 മീറ്റർ പെർ സെക്കൻഡാണ് അതിൻ്റെ ആദ്യത്തെ പ്രവേഗം അല്ലെങ്കിൽ ആദ്യത്തെ വെലോസിറ്റി.
പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് നിശ്ചലമായിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ വരുന്നത് അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി എന്തായിപ്പോൾ ഇവിടെ നിശ്ചലമായി കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി പ്രവേഗം 0 മീറ്റർ/സെക്കൻഡ് ആയിട്ട് മാറും. അങ്ങനെ മാറാൻ വേണ്ടിയിട്ട് അവിടെ സഞ്ചരിച്ചത് എന്ന് പറയുന്നത് അവിടെ ട്രാവൽ ചെയ്ത ആ ബുള്ളറ്റ് ട്രാവൽ ചെയ്ത അല്ലെങ്കിൽ ആ ബുള്ളറ്റിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് പറയുന്നുണ്ട് 4 സെൻറ്റിമീറ്റർ. ശ്രദ്ധിക്കുക, സെൻറ്റിമീറ്ററിന് ഉടനെ തന്നെ മീറ്ററിലേക്ക് മാറ്റിക്കൊള്ളണം. 4 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/100 മീറ്ററാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0. ഇവിടെ എഴുതാൻ സ്ഥലമില്ല, താഴെ സമം ഇടാണ്ട് അങ്ങ് എഴുതുന്നുണ്ട്, സമം ഇടാതെ എഴുതുന്നുണ്ട്. ഉത്തരം വരാം 0.04 മീറ്റർ എന്ന് വരും. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആകെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. സാധാരണ നമ്മൾ യൂണിറ്റ് കൺവേർട്ട് ചെയ്യുന്ന പരിപാടി വരുമ്പോൾ മിക്കവാറും 1 മാസ് മാത്രമേ ചെയ്യാറുള്ളൂ. ഇവിടെ 2 എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്, അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. അല്ലെങ്കിൽ ആ 4ഉം ആ 20ഉം ഒക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണക്ക് മൊത്തം തെറ്റിപ്പോകും. അപ്പോൾ ഇത്രയും ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഇത് നേരത്തെ ഉത്തരം. ഇനിയാണ് നമ്മൾ ശരിയായ ഉത്തരത്തിൻ്റെ ആ ഒരു പ്രൊസീജിയറിലേക്ക് കടക്കുന്നത്. ശ്രദ്ധിച്ചോ, നോക്കിക്കോ. നമ്മുടെ കയ്യിലുള്ള ഡാറ്റ വെച്ചിട്ട് ആദ്യം അതിൻ്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കുന്നു. തന്നിരിക്കുന്ന അത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ കഴിഞ്ഞ രണ്ടാമത്തെ ചാപ്റ്ററിൽ v² = u² + 2as എന്ന് പറഞ്ഞിട്ടൊരു സാധനം പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ചോദിച്ചത് ആക്സിലറേഷൻ അല്ലെങ്കിൽ എ കണ്ടുപിടിക്കാനല്ലേ. ശ്രദ്ധിക്കുക, v² = u² + 2as എഴുതിയതിൻ്റെ ഒരു വൃത്തി ഉണ്ടാവില്ല. തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. v² = u² + 2as. ശരി, ഇനി ഇവിടെ ഒരുവിധപ്പെട്ട എല്ലാ സാധനവും നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ആണ്. അപ്പോൾ എനെ മാത്രം ഒരുത്തയിൽ വെച്ചിട്ട് ബാക്കിയുള്ളതിനൊക്കെ അടുത്ത സൈഡിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യേണ്ടത്. തൽക്കാലം ഇവിടെ ഞാൻ വിലയിട്ട് അങ്ങ് പോവാണ്. വി നമ്മുടെ കയ്യിൽ ഉണ്ട്. നോക്കുക, വി എന്ന് പറയുന്ന 0 ആയതുകൊണ്ട് v² 0 തന്നെ. v² = u² + എന്ന് പറഞ്ഞാൽ വരുന്നത് u എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, u 100 അല്ലേ, u 100. അപ്പോൾ u² എന്ന് പറഞ്ഞാൽ 100ൻ്റെ സ്ക്വയർ, അത് 100ഉം 2 0 എന്ന് വെച്ചാൽ 10,000 എന്ന് വരും. പ്ലസ് 2as 2as 2 × എ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിഞ്ഞൂടെ. എ നമുക്ക് കണ്ടുപിടിക്കണം. ത്വരണമാണ്, ആക്സിലറേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. a × എസ് നമുക്ക് അറിയാം 4 സെൻറ്റിമീറ്റർ. 4 സെൻറ്റിമീറ്റർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. 0.04 മീറ്റർ. ഇതങ്ങ് സോൾവ് ചെയ്താൽ ആക്സിലറേഷൻ നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പോൾ വലത് സൈഡിൽ കാണുന്ന 10,000 ഇടത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 0 - 10,000 എന്ന് വരും. 0 - 10,000 = 2 × a × 0.04 എന്ന് വരും. നോക്കുക, ഇയാളെ നമ്മളിപ്പോൾ ഇടത്ത് സൈഡിലേക്ക് കൊണ്ടുപോയി. ഇനി ബാക്കിയുള്ളത് 2 × a × 0.4. എ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അതുകൊണ്ട് വലത്ത് സൈഡിലുള്ള എനെ അനക്കാണ്ട് ആ വലത്ത് സൈഡിൽ തന്നെ വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാവരെയും ഇടത്തേക്ക് വിളിക്കും. 2 × 2 അല്ലെങ്കിൽ മൾട്ടിപ്ലൈഡ് ബൈ 2 ഗുണിക്കണം 2നെ ഇടത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഹരിക്കണം 2 ആവൂലേ. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ വലത്തെ സൈഡിൽ ഒരു 0.4 കൂടെ ഉണ്ട്. ആ 0.4നെ ഗുണിക്കണം 0.4നെ ഇടത്തേക്ക് കൊണ്ടുവരിക എന്ന് വെച്ചാൽ ഹരിക്കണം 0.04 എന്നുണ്ടാവും. 0.04. ഇവ രണ്ട് പേരുടെ ഇടയിൽ വരുന്ന ചിഹ്നം ഇൻറ്റു ആയിരിക്കും. = വലത് സൈഡിലുള്ള ആൾ എ. ഇനി ഇത് സോൾവ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടി തന്നെയാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ a -12500 എന്നാണ് കിട്ടുക. 12500 മീറ്റർ/സെക്കൻഡ്². മൈനസ് ഉണ്ട്. ഇതെങ്ങനെ എനിക്ക് ഒറ്റയടിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഒന്നുമില്ല, നേരത്തെ ചെയ്ത് നോക്കിയോണ്ട് ആ ഉത്തരം മൈൻഡിൽ കിടക്കുന്നതേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. ഇത് സോൾവ് ചെയ്താൽ മതി. -10,000 2 × 0.04 എന്ത് ചെയ്യാം, മേലെ താഴെയും പൊതുവായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വെട്ടിക്കളയുക, അതാണ് പരിപാടി. അവസാനം ഉത്തരം കിട്ടുക -12500 എന്ന് വെച്ചാൽ
-12,500. അപ്പോൾ കിട്ടിയ ത്വരണം എന്ന് പറയുന്നത് -12,500 ആണെങ്കിൽ ഇവിടുത്തെ മന്ദീകരണം റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഇതിൻ്റെ നേരെ പോസിറ്റീവ് എടുത്താൽ മതി. +12500. പ്ലസ് സാധാരണ നമ്മൾ പറയലില്ല. അപ്പോൾ ഇവിടുത്തെ ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഇതാണ്, 12,500. 12,500 റിട്ടാർഡേഷൻ അല്ലെങ്കിൽ മന്ദീകരണം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഉണ്ടായിട്ടുള്ള ഫോഴ്സ് എത്ര എന്നാണ് നെക്സ്റ്റ് അടുത്തായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഫോഴ്സ് ഈക്വൽ ടു MA. F ഈക്വൽ ടു MA എത്രയോ പ്രാവശ്യം നമ്മൾ പറഞ്ഞു. ഇനി M എന്ന് പറയുന്ന ശ്രദ്ധിക്കുക, 0.02 എന്ന് നമുക്കറിയാം. 0.02 ഇൻറ്റു ഇവിടെ A വരുന്നത് -12500. ഇത് രണ്ടും കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ കിട്ടാൻ വേണ്ടി പോകുന്ന ആൻസർ -2500 ന്യൂട്ടൺ എന്നാണ്. ന്യൂട്ടൺ എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്ടനാണ് ഇതിൻ്റെ യൂണിറ്റ് വരുന്നത്. റെഡി? അപ്പോൾ -2500 ന്യൂട്ടൺ ആണ് ഇവിടെ പ്രയോഗിക്കപ്പെട്ട ബലം എന്ന് പറയുന്നത്. -2500 ന്യൂട്ടൺ. -2500 ന്യൂട്ടൺ. ഈ ക്രിയ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് കിട്ടുക. അതാണ് സംഗതി. അപ്പോൾ അത് ഓക്കെയാണ്, കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്നൊന്നും പറയുന്നില്ല, പക്ഷേ കുഴപ്പമില്ലാത്ത ഒരു ക്വസ്റ്റ്യനാണ്. കുറച്ച് അത്യാവശ്യം പഠിച്ചോലിക്ക് മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനായിട്ടാണ് തോന്നിയത്. അപ്പോൾ 2 ക്വസ്റ്റ്യനെ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഒരു ക്വസ്റ്റ്യനും കൂടെ പറ്റുമോ നോക്കട്ടെ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ എവിടെ? അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ആദ്യം ഒന്ന് ഒരു ക്വസ്റ്റ്യനോ ചുമ്മാ ഒന്ന് വായിച്ച് നോക്കാം. A graph showing the application of force on a body of mass 10 kg is given. മാസ് 10 കിലോഗ്രാം മാസുള്ള ഒരു ബോഡിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ബലവും കാര്യങ്ങളൊക്കെ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗ്രാഫാണ് തന്നിട്ടുള്ളത്. ഗ്രാഫ് വരയ്ക്കുന്നതൊക്കെ നമുക്കറിയാം, നമ്മൾ പണ്ട് പഠിച്ചത്. ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ചേഞ്ചസ് ആസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദി ഗ്രാഫ്. ആയിക്കോട്ടെ, ശരി. ഇവിടെ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഈ ഗ്രാഫ്, ഇവിടെ മലയാളം മീഡിയത്തിലാണെങ്കിലും ഗ്രാഫ് എന്താണ്? ഗ്രാഫ് സെയിം ആണ്. Y അക്ഷത്തിൽ ബലവും X അക്ഷത്തിൽ ദൂരവുമാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. വൈയിൽ ഫോഴ്സും Xയിൽ ഡിസ്റ്റൻസും കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതിനെ വെച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം, വസ്തു 3 മീറ്ററിലായിരിക്കുമ്പോൾ അതിൻ്റെ ത്വരണം എത്ര? വസ്തു 3 മീറ്ററിൽ. വാട്ട് ഈസ് ദ ആക്സലറേഷൻ ഓഫ് ദ ബോഡി വെൻ ഇറ്റ് ഈസ് അറ്റ് 3 മീറ്റർ? നോക്കുക, 3 മീറ്റർ എന്ന് പറഞ്ഞാൽ അതേ ഇവിടെ കിടക്കുന്നുണ്ട് 3 മീറ്റർ. ആ 3 മീറ്ററിന് നേരെ മേലെ പിടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അവിടെയുള്ള ഫോഴ്സ് കിട്ടും. ഫോഴ്സ് നോക്കുക, അതെത്രയാണ് ഫോഴ്സ് വരുന്നത്? അത് 8 ഇവിടെ എക്സ്പീരിയൻസ് ചെയ്ത ഫോഴ്സ് അല്ലല്ലോ ചോദിച്ചേ, അതല്ലേ പ്രശ്നം? ഫോഴ്സ് അല്ല ചോദിച്ചേ. ശ്രദ്ധിക്കുക, ഇവിടുത്തെ ഫോഴ്സ് ഇവിടെ എഴുതുന്നു. ഫോഴ്സ് 3 മീറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത ഫോഴ്സ് 8 ന്യൂട്ടനാണ്. പക്ഷേ അവിടുത്തെ എന്താണ് ഈ വസ്തുവിൻ്റെ മാസ് വരുന്നത്? മാസ് വരുന്നത് 10 കിലോഗ്രാം എന്നല്ലേ? നമ്മൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ചുമ്മാ ഒന്ന് ഇവിടെ എഴുതിയിടുക. F ഈക്വൽ ടു MA. ഫോഴ്സ് വരുന്നത് 8 ന്യൂട്ടനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. M എത്രയാണെന്ന് അറിയാമോ? M അറിയാം, തന്നിട്ടുണ്ട്. ആ വട്ടത്തിലിട്ട് വെച്ചിരിക്കുക. M 10 ഇൻറ്റു A എത്രയാണെന്ന് അറിഞ്ഞൂടാ. ചോദ്യം എന്താ? A എത്രയാണെന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ആക്സിലറേഷൻ ത്വരണമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സമത്തിൻ്റെ വലത്ത് സൈഡിലുള്ള Aനെ അങ്ങനെ തന്നെ വെച്ചേക്ക്. വലത് സൈഡിലുള്ള ഇൻറ്റു 10 ഇടത്തെ സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ 8/10 എന്നുണ്ടാവും. തിരിച്ച് പറഞ്ഞാൽ A ഈക്വൽ ടു 8/10. A ഈക്വൽ ടു 8/10. അപ്പോൾ പറയാം A സമം 8നെ 10 കൊണ്ട് ഹരിച്ചാൽ 0.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് വരുന്നത്. മയക്കട്ടെ, അടുത്ത ക്വസ്റ്റ്യനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? രണ്ടാമത്തെ ചോദ്യം, ഏതൊക്കെ അവസരങ്ങളിലാണ് വസ്തുവിന് സമപ്രവേഗമുള്ളത്? സമപ്രവേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂണിഫോം വെലോസിറ്റി. എവിടെ? വിച്ച് ആർ ദി ഇൻസ്റ്റൻസ് വെൻ ദി ബോഡി ഹാസ് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി ഉള്ളത് എവിടെയൊക്കെയാണ് എന്നുള്ളതാണ്. ഇവിടെ മഷിഭൂതമായി. ഓക്കെ, ഇവിടെ യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ സമപ്രവേഗം ഉള്ളത് OA എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് പറയാം.
ഒ എ എന്ന് പറയുന്ന ഭാഗത്തുണ്ട്. പിന്നെ ഡി ഇയിലുണ്ട്. നേരെ ആദ്യം നിലത്തുള്ള ഭാഗമൊക്കെ പോവാം. ഡി ഇയിലുണ്ട്. ബി സിയിലുണ്ടോ? ഇല്ല. ഇനി അടുത്ത് വരുന്നത് എച്ച് ഐ എന്ന ഭാഗത്താണ്. അപ്പോൾ ഒ എ, ഒ എ, ഡി ഇ, എച്ച് ഐ ഈ 3 ഭാഗത്തുമാണ് ഇതിന് സമപ്രവേഗം യൂണിഫോം വെലോസിറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ ആ 3 ഭാഗത്തേക്കാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ അതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, എന്തെങ്കിലും തെറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുന്ന നിങ്ങൾ അങ്ങനെ കമൻറ്റ് ചെയ്തിട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്ന സാധനം നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത്, ആ കമൻറ്റ് ചെയ്യുന്ന സാധനം ഞാൻ എടുത്ത് പിൻ ചെയ്ത് വെക്കലുണ്ട്. അതിന് റിപ്ലൈയും കൊടുക്കലുണ്ട്. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് കാണുന്നതെങ്കിൽ ഞാൻ കമൻറ്റിൽ ആ ഒരു സാധനം എഴുതി ഇടാറുണ്ട്. അപ്പോൾ കമൻറ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം മാത്രം. മിക്കവാറും ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്, എന്നാലും ചുമ്മാ പറഞ്ഞു വെച്ചതാണ്. ശരി, അടുത്ത സി ക്വസ്റ്റ്യൻ. വിച്ച് ആർ ദി ഇൻസ്റ്റൻസ് വെൻ ബോഡി ഹാസ് യൂണിഫോം ആക്സിലറേഷൻ? യൂണിഫോം ആക്സിലറേഷൻ, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ത്വരണമല്ലേ? സമത്വരണം ഉള്ളത് എവിടെയൊക്കെയാണെന്ന്. സമത്വരണം വരുന്നത് ബി സിയിലും എഫ് ജിയിലുമാണ് കേട്ടോ. സമത്വരണം വരുന്നത് ഇതേ എഫ് ജി ഇവിടെ ഉണ്ട്, ബി സി ഇവിടെ ഉണ്ട്. ബി സിയിലും എഫ് ജിയിലുമാണ് സമത്വരണം വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദി ഇൻസ്റ്റൻറ്റ്? എടാ, ഏത് സമയത്ത് വേണമെങ്കിലും ഈ വീഡിയോ കട്ടാൻ ചാൻസ് ഉണ്ട്, എന്തായാലും നമ്മൾ നോക്കാം. വിച്ച് ഈസ് ദി ഇൻസ്റ്റൻസ് വെൻ ദി ബോഡി ഹാസ് റിട്ടാർഡേഷൻ? റിട്ടാർഡേഷനുള്ള ഇൻസ്റ്റൻസ്, റിട്ടാർഡേഷനുള്ള എന്ന് വെച്ചാൽ മന്ദീകരണം ഉള്ളത് എപ്പോഴൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. സി ഡിയിലും ഇ എഫിലും മന്ദീകരണമുണ്ട്. സി ഡി എന്ന് പറഞ്ഞാൽ ദേ ഇങ്ങനെ കുറഞ്ഞു വരുന്ന ഭാഗമല്ലേ ഇത്. സി ഡിയിൽ മന്ദീകരണമുണ്ട്. പിന്നെ ഇ എഫിലും മന്ദീകരണമുള്ള. അപ്പോൾ ചോദിക്കും ജി എച്ചിലുണ്ടോ? ജി എച്ചിലില്ല. ജി എച്ച് നിന്ന് കൂടിപ്പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ആണെങ്കിൽ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 പോയിൻ്റാണ് സി ഡിയും ഇ എഫും. സി ഡിയും ഇ എഫിലാണ്. സി ഡി ആൻഡ് ഇ എഫിലാണ് മന്ദീകരണം അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ഉള്ള. ശ്രദ്ധിക്കാം. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസേ തൽക്കാലം നോക്കുന്നുള്ളൂ. വളരെ ലെങ്തി ആയി പോയിട്ടുണ്ട്. ഒരുപാട് കാര്യം പറഞ്ഞ് അലമ്പായി പോയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം കൂടെ ഉണ്ട്. നിങ്ങളെന്തായാലും പറയാം. നിങ്ങൾ സ്ഥിരമായിട്ടൊരു യൂട്യൂബിൽ കമൻറ്റ് ഇടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗം അടുത്ത ദിവസം തന്നെ ഉണ്ടാവും. ഓക്കെ, താങ്ക്